ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്പത്തിരിയാണ്. അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അരി കുതിർക്കുകയൊന്നും വേണ്ട. അരിപ്പൊടിയുണ്ട്. 1 കപ്പ് അരിപ്പൊടി, 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് മൈദമാവ്, ആവശ്യത്തിന് ഉപ്പ് അവരവരുടെ ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് തേങ്ങ കൂടിപ്പോകാൻ പാടില്ല. തേങ്ങ കൂടിപ്പോയാൽ നെയ്പത്തിരി പൊട്ടിപ്പോകും. എണ്ണ അതിനകത്ത് ഉള്ളി കയറും. അതുകൊണ്ട് 1/2 കപ്പ് തേങ്ങ, ഞാൻ 8 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി 8 എണ്ണം, 8ഓ 10ഓ ഒക്കെ എടുക്കാം ടേസ്റ്റ് അനുസരിച്ച്. 1 ടീസ്പൂൺ ചെറിയ ജീരകം, പെരുംജീരകം. ഇത് മിക്സിയിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ക്രഷ് ചെയ്തെടുത്തത് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് മിക്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാനൊരു പാനിനകത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളം വേണം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ. നല്ലപോലെ തിളച്ച് ബബിൾസൊക്കെ വന്നതിന് ശേഷം, ചൂടുവെള്ളം ആകരുത്, നല്ലപോലെ തിളയ്ക്കണം. ഇടിയപ്പത്തിന് നമ്മൾ മാവ് കുഴയ്ക്കുന്ന പോലെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് കുറച്ച് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഇതിനകത്ത് തിളപ്പിക്കാൻ വെച്ചത്. പക്ഷേ വറുത്ത അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആവശ്യമായിട്ട് വരും. വറുത്ത അരിപ്പൊടിയിൽ നല്ലതായിട്ട് വെള്ളം വേണം. അതുകൊണ്ട് ഒരു 1/2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പാകത്തിനനുസരിച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ച് നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക. തിളച്ച വെള്ളം ആയതുകൊണ്ട് നല്ല ചൂട് കാണും, ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. ഇടിയപ്പത്തിൻ്റെ മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഈ മാവ് കുഴച്ച് വെച്ചിരിക്കുന്ന കണ്ടാൽ വെന്തിട്ടില്ല എന്നൊക്കെ തോന്നും. പക്ഷേ അത് നമ്മുടെ കൈയുടെ വെള്ളയിൽ വെച്ചാണ് ഈ പത്തിരി പരത്തിയെടുക്കേണ്ടത്. അപ്പം അതാണ് ഇടിയപ്പത്തിൽ ഇച്ചിരി കൂടെ ലൂസായിട്ട് വേണം ഇത് കുഴയ്ക്കാനെന്ന് പറഞ്ഞത്. ഈ മാവ് നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. അതിൻ്റെ ഒരു പരുവം ഇതാണ്. ഇങ്ങനെ ഈ പാകത്തിന് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇത് ചെറിയ ഉരുളയാക്കിയിട്ട് കയ്യിൽ നമ്മുടെ ഉരുളയാക്കി എടുത്തതിന് ശേഷം കൈയുടെ വെള്ളയിൽ ഇത്തിരി എണ്ണ തേച്ചതിന് ശേഷം കൈയുടെ വെള്ളയിൽ വെച്ച് പരത്തിയെടുക്കാം. നല്ലതായിട്ട് പരത്തിയെടുക്കാം. ഈ പരത്തുന്നതിനോടൊപ്പം തന്നെ ഞാനൊരു ചെറിയ ചീനച്ചട്ടിക്കകത്തിൽ വെളിച്ചെണ്ണ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ഇതിട്ട് കൊടുക്കാൻ. എണ്ണ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണ നന്നായി തിളച്ചതിന് ശേഷം ഈ പത്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പത്തിരി ഇട്ട് കൊടുക്കുമ്പം തന്നെ ഈ പൂരി പൊരിച്ച് പൊങ്ങി വരുന്ന മാതിരി ഇത് പൊന്തി വരും, നല്ലതായിട്ട് പൊന്തി വരും. ഒരു പത്തിരി ഇങ്ങനെ പൊരിക്കുന്നതിനോടൊപ്പം അടുത്ത മാവെടുത്ത് നമ്മുടെ കൈയുടെ വെള്ളയിൽ വെച്ച് നല്ലതായിട്ട് വീണ്ടും പരത്തി കൊടുക്കണം. അപ്പോൾ ഇത് എടുത്തതിന് ശേഷം അത് അടുത്ത പത്തിരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഓരോന്നും ചുട്ടെടുക്കാം. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിനി വേറൊരു വീഡിയോയിലൂടെ കാണാം. ഇൻഷാ അല്ലാ.